മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രികാലങ്ങളിൽ വീടുകളിലെത്തുന്ന 100-ലധികം മോഷണക്കേസിൽ പ്രതിയായ കുപ്രസിദ്ധ അന്തർ സംസ്ഥാന മോഷ്ടാവ് കുട്ടിമാക്കാനകത്ത് ഷാജഹാൻ പോലീസ് പിടിയിലായി. മലപ്പുറം കൊടിഞ്ഞി, കുണ്ടൂർ, ചെറുമുക്ക് ഭാഗങ്ങളിൽ മുഖം മറച്ചും ഷർട്ട് ധരിക്കാതെയും കയ്യിൽ ആയുധവുമായി രാത്രികാലങ്ങളിൽ നടക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഇടയ്ക്കിടെ പല സ്ഥലങ്ങളിൽ മോഷണവും നടത്തിയിരുന്നു. ജൂൺ 29-ന് പുലർച്ചെ കൊടിഞ്ഞി കൂറൂലിൽ OP സൈതാലി എന്നയാളുടെ വീടിന്റെ പൂട്ട് തകർത്ത് മോഷണം നടത്തിയത് പുലർച്ചെ 3 മണിക്കാണ്. വീടിന്റെ പിറകിലെ ഗ്രിൽസിന്റെ പൂട്ട് തകർത്ത് മോഷ്ടാവ് അകത്തു കടന്ന് മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൾ ഫൗസിയയുടെ 2.5 പവന്റെ ഒരു പാദസരം കവർന്നു. ഇതിനിടെ യുവതി ഉണർന്ന് ബഹളം വച്ചപ്പോൾ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. 100-ലധികം CCTVകൾ പരിശോധിച്ചും നിരവധി ഫോൺ നമ്പറുകൾ പരിശോധിച്ചുമാണ് മികച്ച അന്വേഷണത്തിലൂടെ അന്വേഷണ സംഘം പ്രതിയെ കണ്ടെത്തിയത്. മുമ്പും താനൂർ, നിറമരുത്തൂർ, കൽപ്പകഞ്ചേരി ഭാഗങ്ങളിൽ സ്ഥിരമായി രാത്രികാലങ്ങളിൽ ഇതേ വേഷത്തിൽ ഇറങ്ങി ജനങ്ങളെ ഭീതിയിലാക്കി മോഷണങ്ങൾ നടത്തിയിരുന്ന മണവാളൻ ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഷാജഹാനാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ചെറുപ്പം മുതൽ കളവ് തൊഴിലാക്കിയ ഷാജഹാന് കേരളത്തിൽ വിവിധ ജില്ലകളിലും കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലുമായി 100-ലധികം മോഷണ കേസുകൾ നിലവിലുണ്ട്. ജില്ലാ പോലീസ് മേധാവി ശശിധരൻ IPSന്റെ നിർദ്ദേശപ്രകാരം താനൂർ DYSP ബെന്നി VVയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ OV വിനോദ്, ശ്യാം, ജോർജ് K, പ്രമോദ് V, രാജു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ ഇവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മോഷ്ടിച്ച സ്വർണം ഷാജഹാൻ പട്ടാമ്പിയിൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തിയതായി പറഞ്ഞു. ജനുവരി മാസം ജയിലിൽ നിന്നിറങ്ങിയ ശേഷം മലപ്പുറം, മഞ്ചേരി, പട്ടാമ്പി ഭാഗങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു പ്രതി.